നിലമ്പൂരിന്റെ ഗ്രീസിൽ സിക്സർ അടിക്കുമോ പി വി അൻവർ? ഇതിന്റെ തർക്കം അൻവറല്ല അടിക്കുന്ന, ജനങ്ങളാണ് അടിക്കുന്നത്. അടിച്ചിരിക്കും. പോരാട്ടം കനക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗൾഫ് മീഡിയ 24 നടത്തുന്ന ഇലക്ഷൻ പ്രത്യേക പരിപാടി നേതാവ് ഒരു മിനിറ്റ്. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് നിലമ്പൂരിന്റെ ജനപ്രിയ നായകൻ കൂടിയായിട്ടുള്ള പി വി അൻവറാണ്. നിലമ്പൂരിന്റെ ഗ്രീസിൽ സിക്സർ അടിക്കുമോ പി വി അൻവർ? ഇതിന്റെ തർക്കം അൻവറല്ല അടിക്കുന്ന, ജനങ്ങളാണ് അടിക്കുന്നത്. അടിച്ചിരിക്കും. ഏകദേശം ഒരു കണക്ക് കൂട്ടൽ ഭൂരിപക്ഷം അതിലേക്ക് എത്തിയോ? 75,000 കുറയാത്ത വോട്ടിന് നമ്മൾ മുന്നോട്ട് പോകുന്നു. മൊത്തം പിടിക്കുന്ന വോട്ട് 75,000 കുറയില്ല. ഇവിടെ LDF സ്ഥാനാർത്ഥി സഖാവ് സ്വരാജ്, അദ്ദേഹം ഡിറ്റോ പിണറായിയാണ് എന്നാണ് സഖാക്കൾ കിടക്കുന്നത്. പിണറായിസത്തിനെതിരെയാണ് സഖാക്കൾ വോട്ട് ചെയ്യുന്നത്. സഖാക്കളുടെ വോട്ടും പോവും, ജനങ്ങളുടെ വോട്ടും. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു 30,000 തൊട്ട് 35,000 മുകളിൽ സ്വരാജ് കയറില്ല. അത്രമാത്രം സഖാക്കൾ എന്നെ പിന്തുണക്കുന്നത്. സ്വരാജ് തോറ്റ് അമ്പിക്കിടക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം പറയേണ്ടതില്ല. അതൊരു 40,000 വോട്ട് അദ്ദേഹം ചിലപ്പോൾ പിടിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ എന്തായാലും ഒരു 75,000 വോട്ട്. നിലമ്പൂരിൽ ജനങ്ങൾ രാഷ്ട്രീയം മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം എന്താ, അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഒട്ടനവധി MLA മാരും മന്ത്രിമാരും 139 MLA മാർ, അതിൽ 21 മന്ത്രിമാർ, 10-30 MP ഇവരൊക്കെ വീട് കയറി കാല് പിടിക്കുകയാണ്. അപ്പോൾ പി വി അൻവർ എന്തിനാണ് രാജിവെച്ചതെന്ന് ചോദിക്കുന്നവർക്ക് ഉത്തരം അത് തന്നെയാണ്. അൻവറെ ഈ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമെന്ന് നന്നായിട്ട് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് അറിയാം. എന്തായാലും നിലമ്പൂരിന്റെ മണ്ണിൽ ചരിത്രം തിരുത്തി കുറിക്കാൻ തയ്യാറെടുപ്പിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പി വി അൻവറും.